അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. ഋതിക മാഡത്തിന്റെ മിസ്ഡ് കോൾ ഉണ്ടല്ലോ. മാഡം എന്തിനാ എനിക്ക് എന്നെ വിളിച്ചത്? തിരിച്ചു വിളിക്കാം. എന്റെ മിസ്ഡ് കോളും മെസ്സേജസും കണ്ടിട്ടും രാജു എന്താ തിരിച്ചു വിളിക്കാത്ത? എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. രാജുവിന്റെ മിസ്ഡ് കോള്. അയ്യോ, ഋതിക മാഡം. ആ, ഹലോ ഋതിക മാഡം. രാജു രാജു ഒരു വലിയ പ്രശ്നമുണ്ട്. മാഡം പേടിക്കണ്ട. മാഡം പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം. വേഗം വാ രാജു, എനിക്ക് പേടിയാവുന്നു. ദീപക് ആ ധന്യായിട്ട് വന്ന് നടന്നതൊക്കെ അച്ഛനോട് പറഞ്ഞു. ഞാൻ വലിയ കുഴപ്പത്തിലാവും. മാഡം ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്ന. ഞാൻ അങ്ങോട്ട് പുറപ്പെടുക. ഓക്കെ രാജു. ദൈവമേ, രാജു വേഗം ഒന്ന് എത്തിയാ മതിയായിരുന്നു. ദൈവമേ, പ്രശ്നമൊന്നും ഉണ്ടാവരുതേ. ചേട്ടാ, അവരുടെ മകന്റെ ഓപ്പറേഷനുള്ള ക്യാഷ് അടച്ചു ചേട്ടാ. ചേട്ടന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? പറയാം. വാ. തീർന്നു, എല്ലാം തീർന്നു. അമ്മാവാ, ഇത് ധന്യ. ഈ കുട്ടിയുടെ അച്ഛനാണ് കഴിഞ്ഞ ആഴ്ച ഓപ്പറേഷൻ നടന്നത്. സാറേ, എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. വർമ്മ സാറിനെ നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അച്ഛൻ 1 മാസം കൂടി ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. അതാ ഞങ്ങൾ വരാതിരുന്നത്. സാർ ക്ഷമിക്കണം. കുട്ടി തന്ന അപേക്ഷയിൽ ആരാ ഒപ്പിട്ട് നൽകിയെന്നാ ഞാൻ ചോദിക്കുന്നത്. അത് വർമ്മ സാറല്ലേ എനിക്ക് ഒപ്പിട്ട് തന്നത്. അത് സാർ, അത് ഞാൻ അന്വേഷിക്കാം. വരൂ. കള്ളം, പച്ചക്കള്ളം. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ ആ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നത്? ശേഖര, ചേട്ടാ, പോലീസിനെ വിളിക്ക്. ആ കുട്ടി പറഞ്ഞത് നുണയാണ്. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുമില്ല. ആ കുട്ടിക്ക് ഒരു അപേക്ഷയിൽ ഒപ്പിട്ട് നൽകിയിട്ടുമില്ല. അച്ഛാ. മോളെ, മോള് മാറി നിൽക്ക്. അല്ല ചെറിയച്ഛ, എനിക്ക് സംസാരിക്കണം. ആ കുട്ടി കൊണ്ടുവന്ന അപേക്ഷ ഫോമിൽ അച്ഛന്റെ ഒപ്പിട്ട് കൊടുത്തത് ഞാന്. എന്താ മോളെ നീ പറയുന്നേ? സത്യ ചെറിയച്ഛ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആ കുട്ടി വളരെ അത്യാവശ്യമായിട്ട് അച്ഛന്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛനെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് എനിക്ക് അച്ഛന്റെ ഒപ്പിട്ട് നൽകേണ്ടി വന്നു. രാജു, മാറി നിൽക്കാൻ.
എല്ലാവരും ഇവളുടെ ധിക്കാരം. എത്ര വലിയ കുറ്റമാണ് ഇവൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാവോ? കള്ള ഒപ്പിടുന്നത് എത്ര വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്ന് അറിയാമോ നിനക്ക്? ഇവിടെ നിർത്തേണ്ട സ്ഥാനത്ത് ഞാൻ നിർത്തുമ്പോ നിങ്ങളെല്ലാവരും ആവശ്യമില്ലാതെ ഇവളെ ലാളിച്ചിങ്ങനെ വഷളാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാനില്ലാത്തപ്പോ എന്റെ മുറിയിൽ കയറി എന്റെ ഒപ്പിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ശേഖര, പോലീസിനെ വിളിക്ക. അയ്യോ അത് വേണം ഏട്ടാ. വേണം. തെറ്റ് ചെയ്തത് ആരായാലും അതിന്റെ ശിക്ഷ അനുഭവിച്ചിരിക്കണം. വേണ്ട ഏട്ടാ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. ഇവളുടെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും ഈ ഒരൊറ്റ തവണത്തേക്ക് ചേട്ടൻ ഇവളോട് ക്ഷമിക്കണം. ഇവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നിങ്ങളിങ്ങനെ ഇടയിൽ നിന്ന് എന്തും ചെയ്യുന്ന ഒരു ധിക്കാരിയായി ഇവൾ മാറിയത്. എന്റെ മുന്നിൽ നിന്നും വിളിച്ചോണ്ട് പോയവളെ. എന്തൊരു കഷ്ടമാണിത്. സ്വന്തം മകളെ കൊണ്ട് ലോകത്തോരെ അച്ഛൻ ഇത്രയും കഷ്ടപ്പാടുണ്ടാവില്ല. അവള് ജനിച്ച അന്ന് തുടങ്ങിയതായത്. മടുത്തു ഞാൻ. രാജു, നീ എന്റെ മുറിയിലേക്ക് വാ. വാ. മര്യാദയ്ക്ക് ആ സീരിയലൊന്നും കാണാൻ സമ്മതിക്കില്ല. കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനോ രാജുവിനോ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ എന്താ? ഇനി ഇതൊക്കെ ഞാൻ തന്നെ വെട്ടിയെറിഞ്ഞു കൊടുക്കേണ്ടിയും വരും. അയ്യോ, ഇത് വഴക്കാണെന്ന് തോന്നുന്നല്ലോ. വേഗം അമ്മയടുത്തെന്ന് പറയാം. എന്തായി കാണിക്കുന്നേ? എന്തായി കാണിക്കുന്നേ? ഒന്ന് നിർത്തുമോളെ. എന്താ ഇത്? എന്താ പറ്റിയത്? രാജു, എല്ലാത്തിനും കാരണം രാജു. രാജുവോ? അതെ, രാജു തന്നെ. എന്നെ എന്തൊക്കെയാ രാജു പറഞ്ഞെന്നറിയാവോ? എന്നെ പറയാൻ പാടില്ലാത്ത വാക്കുകളുണ്ട് മുറിവേൽപ്പിച്ചു. ഇനി ഈ രമ്യ ജീവിച്ചിരിക്കില്ല. അയ്യോ മോളെ, നീ അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇതുവരെ എന്റെ അച്ഛനും അമ്മയോ പോലും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ആ എന്നെയാ രാജു വഴക്ക് പറഞ്ഞ് എന്റെ മുഖത്ത് നോക്കി എനിക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചേ. അതെ, എനിക്ക് ഭ്രാന്താ. ഇപ്പൊ ഞാൻ ശരിക്കും ഭ്രാന്തിയായി. മോളെ, രാജു അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അല്ല, എന്താ ശരിക്കും ഉണ്ടായത്? മോൾ ആദ്യം ഒന്ന് സമാധാനപ്പെട്. നോക്കിക്കേ, മോളുടെ അച്ഛനും എത്ര വിഷമത്തിലാ നിൽക്കുന്നതെന്ന്. ആരുടെ മുഖം കണ്ട് സമാധാനിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ രാജുവിന്റെ മുഖം. എന്നെ നോക്കി പല്ല് അടിച്ചോണ്ട് നിനക്ക് ഭ്രാന്താണോന്ന് ചോദിച്ച രാജുവിന്റെ മുഖം. ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട. മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. രാധമ്മേ, ഇതാണ് നിങ്ങളുടെ മകന്റെ മര്യാദ. ഞങ്ങളുടെ മക്കൾ എന്തെങ്കിലും അറിയാതെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കണം. അല്ലാതെ അവളുടെ മനസ്സ് നോക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ആരാണ് നിങ്ങളുടെ മകന് അവകാശം എഴുതുന്നത്? ഇതുവരെ എന്റെ മോളെ ഞാൻ പോലും വഴക്ക് പറഞ്ഞിട്ടില്ല. രാജുവിന് എങ്ങനെ ഇതിന് ധൈര്യം വന്നു? അയ്യോ ചേച്ചി, രാജു ആരെയും വഴക്കു പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഇതാദ്യമായിട്ടാ. രാജു വരുമ്പോ തന്നെ ഞാൻ അവനോട് സംസാരിക്കാം. രമ്യയോട് ക്ഷമ പറയിപ്പിക്കാം. വേണ്ട, ഒന്നും പറയണ്ട. ആരും ഇനി ഒന്നും പറയണ്ട. മോളൊന്ന് സമാധാനപ്പെട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ രമ്യ സമാധാനപ്പെടുന്ന ആരും കരുതണ്ട. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആ ബൈക്കിന്റെ ചാവി ഒന്ന് എടുത്ത് മാറ്റി വെച്ചു.
അതിനെന്തൊക്കെയാ രാജു പറഞ്ഞേ? രാജു വരുമ്പോ എന്റെ ശവമായിരിക്കും കാണാൻ പോകുന്നേ. ഞാൻ ഈ വീടിന്റെ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാവും. അയ്യോ മോളെ, അങ്ങനൊന്നും പറയല്ലേ മോളെ, പറയല്ലേ മോളെ. അമ്മയാ പറയുന്നത്. അമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. മോള് സമാധാനപ്പെട്. അയ്യോ മോളെ. ശ്രീ, അതമ്മയ്ക്ക് അറിയില്ലേ? രാജുവിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ശ്രദ്ധയില്ലേ? പൊന്നുപോലെ രാജുവിനെ നോക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നേ. അപ്പോ രാജു എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ രാജുവിന്റെ ബൈക്കിന്റെ കീ എടുത്തതിന് ഇത്രയ്ക്കും എന്നെ വഴക്ക് പറയേണ്ടതുണ്ടായിരുന്നോ? മോളെ, അവനൊരു അബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ച് നീയൊന്ന് ക്ഷമിക്കേ. ശരി, ക്ഷമിക്കാം. അമ്മ പറഞ്ഞ പോലെ രാജു എന്നോട് ഒന്ന് ക്ഷമ ചോദിക്കണം. അതുവരെ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല. രാജു ഇവിടെ വരണം. ഈ രമ്യയോട് മാപ്പ് പറയണം. മാഡം, എന്നാലും എനിക്കൊന്നും ചെയ്യാനായില്ലല്ലോ. രാജുവേട്ടാ, ചേട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്താ പോ? ചേച്ചി എത്ര വിളിച്ചിട്ടും റൂം തുറക്കുന്നില്ല. അതെന്താ? ചേച്ചി വിഷമിച്ചിരിക്കുവാ. രാജുവേട്ട ഒന്ന് വാ. ചേട്ടൻ വിളിച്ച ചിലപ്പോ ഋതു ചേച്ചി റൂം തുറക്കുമായിരിക്കും. ഒന്ന് വാ. ഋതിക മേഡം എന്നോട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ച ഡോർ തുറക്കോ? ചേട്ടൻ വന്നേ, വാ. ഋതിക മേഡം, ഡോറും തുറക്കോ മേഡം, പ്ലീസ്. ഇല്ല, ഞാൻ തുറക്കില്ല. ഋതിക മേഡം, പ്ലീസ് ഒന്ന് തുറക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. തുറക്കില്ലെന്നല്ലേ പറഞ്ഞ്? എനിക്ക് ആര് പറയുന്ന കേൾക്കണ്ട. മരിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. മേഡം, ഓ, എനിക്ക് ആരും കാണണ്ട. മേഡം, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു വഴിയുണ്ട്, വാ. മേഡം വലിയ ദേഷ്യത്തിലാണെന്നാ തോന്നുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇതാ.
വർക്കൗട്ടായെന്നാ തോന്നുന്നേ. എന്നാലേ നമുക്ക് പോയി നോക്കാം. വാ. ആ വാ. ഋതിക മാഡം, എന്താ? വാതില് തുറക്ക ഋതിക മാഡം. വാതില് തുറന്ന കിടക്കുന്നത്. മാഡം, മാഡം വിഷമിക്കണ്ട. ഒരു നല്ല കാര്യത്തിനാണെങ്കിലും മാഡം ചെയ്ത കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ട മാഡം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന. വർമ്മ സാർ അത്രേ റിയാക്ട് ചെയ്തുള്ളൂന്നോർത്ത് മാഡം സമാധാനിക്കാൻ വേണ്ടത്. ഋതു ചേച്ചി, രാജുവേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇത്ര പ്രശ്നമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചേച്ചി സമാധാനിക്ക്. എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ ചേച്ചി, പ്ലീസ്. അപ്പോ നീ പോയി മാഡത്തിനുള്ള ആഹാരം എടുത്തോണ്ടോ. മാഡം ആഹാരം കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നു. ശരി. മോളെ നോക്കുമോളെ, ഇങ്ങനെ വാശി പിടിക്കല്ലേ. സമയം എത്രയെന്ന് നോക്കിക്കേ. സമയം ഒരുപാട് ലേറ്റായി. മോൾ ഈ ഒരു ഉരുള ചോറ് അച്ഛന് വേണ്ടി കഴിച്ചാട്ടെ പ്ലീസ് മോളെ. മനുഷ്യ, എനിക്ക് എന്റെ തള്ളവിരലിൽ നിന്ന് തരിച്ചേറി വരുന്നുണ്ട്. ഇനി ഇവളെ ഊട്ടി ഉറക്കാലും നിങ്ങക്ക് സമാധാനാവുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്. നിങ്ങക്ക് ആർക്കും വേണ്ടെങ്കിൽ വേണ്ട. ഒന്നും മിണ്ടാതിരിക്കടി. എന്റെ മോള് കഴിച്ചിട്ട് കഴിച്ചാ മതി ബാക്കിയുള്ളവർ ആരായാലും. മോളെ പ്ലീസ്. ഇവളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. വാശി പിടിച്ച് ഒറ്റക്കാലിൽ നിന്ന് ഇവളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കും. എന്റെ വിധി. മോളെ പ്ലീസ് ഒരു ഉരുള. ആ ചെക്കൻ മുൻകോപപ്പെട്ട് എന്തോ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതെന്തൊരു വാശിയാ എന്റെ ദൈവമേ. എന്റെ പൊന്നുമോളല്ലേ. ദേ ഈ ഒരു ഉരുള കഴിച്ചേ. ആ രാജു വരുമ്പോ അച്ഛൻ രാജുവിനോട് സംസാരിക്കാം. ആ അവനെ കൊണ്ട് മോളുടെ കാലിൽ ഞാൻ വീഴിക്കാം. ആദ്യം എന്റെ പൊന്നുമോള് ഈ ആഹാരം കഴിക്കുക. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ. നിങ്ങൾക്ക് ആർക്കും എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? രമ്യേ, ഈ രുക്മിണിയുടെ തനി സ്വരൂപം നീ പുറത്തടുപ്പിക്കരുത്. കല്യാണ പ്രായമായ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ചെന്നിട്ട് മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. എന്താ രുക്മിണി ഇത്? കുഞ്ഞുങ്ങളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ ഒറ്റയാളാ ഇവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കിയത്. ഇവളെ എന്ത് പറഞ്ഞാലും വേദവാക്യം എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നത് കൊണ്ടാ ഓരോ ദിവസം കഴിയുന്തോറും ഇവളിങ്ങനെ അധിക പ്രസംഗിയായി വരുന്നത്. ഓ എന്റെ പൊന്നു രുക്മിണി, നിന്റെ നാവം നടക്ക്. ഞാനൊന്ന് ഇവളെ സമാനപ്പെടുത്തി വരുമ്പോഴേക്കും അവളുടെ ഒരു ഇതാ മോളെ കഴിക്ക്. ഓ, അച്ഛൻ എന്നെ സമാധാനപ്പെടുത്താനൊന്നും ശ്രമിക്കണ്ട. ഇത്രയും നാളായി ആദ്യമായിട്ടാ രാജു എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ. രാജു വരാതെ എന്നോട് മാപ്പ് പറയാതെ ഞാൻ പച്ച വെള്ളം കുടിക്കില്ല. ആ കേട്ടല്ലോ, വേറെ ഒരിടത്തും ഇല്ലാത്ത ഒരു അച്ഛനും മോളും. വിശന്നിട്ടൊരു കൊടല് കരിയാ. വാടാ മോളെ, ശകലം കഴിക്കും മോളെ. വാശി കള മോളെ. എന്റെ പൊന്നുമോളല്ലേ. എന്താ മോളെ, ശകലം കഴിക്കും. അമ്മേ, ഞാനൊന്ന് പുറത്തു വിട്ടു. നീ നിന്നേ. നീ എന്തിനാടാ ആ രമ്യയോട് വഴക്കുണ്ടാക്കിയത്? നീ ഇവളെ വഴക്കു പറഞ്ഞോ? അതെ, ഞാൻ വഴക്ക് പറഞ്ഞു. ചേട്ടാ, അത് വലിയ പ്രശ്നമായി. രമ്യ അവളുടെ വീട്ടിൽ കിടന്ന് ഉറഞ്ഞു തുള്ളുക. സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുക. അവക്കെന്താ ഭ്രാന്താണോ? ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ടതാ. പാത്രങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആകെ ബഹളം. ഞങ്ങള് പോയി സമാധാനിപ്പിക്കാൻ കുറേ ശ്രമിച്ചു. പക്ഷെ ഞങ്ങള് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. അല്ല, അവളെ സമാധാനിപ്പിക്കാൻ അമ്മ എന്തിനാ അങ്ങോട്ട് പോയത്? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ?
മോനെ, നീ ചെന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി ഒരേ വാശിയിലാ. എന്റെ മോനെ, അമ്മ പറയുന്ന ഒന്നനുസരിക്ക്. അമ്മയുടെ കൂടെ വാ. അമ്മേ, നീ വന്ന് രമ്യയോട് മാപ്പ് പറയേ. രാവിലെ മുതൽ ആ കുട്ടി പട്ടിണിയിലാ. പിന്നെ മാപ്പ് പറയാനോ? ഞാനോ? മാപ്പൊന്നും ഞാൻ പറയില്ല. അവൾ എന്റെ ബൈക്കിന്റെ കീ എടുത്ത് വലിച്ചെറിഞ്ഞു. നല്ല പെട കൊടുക്കേണ്ട പണിയാണ് അവള് കാണിച്ചത്. പിന്നെ ഞാൻ പോട്ടേന്ന് വെച്ചാ. അങ്ങനെയൊന്നും പറയല്ലേടാ, പാവല്ലേടാ അത്. എന്തൊക്കെ ഉപകാരങ്ങളാ നമുക്ക് ചെയ്തു തരുന്നത്. ആ, ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ആരുടെയും ഒരു സഹായവും സ്വീകരിക്കരുതെന്ന് ഞാൻ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പറയാറ്. എന്തായാലും രാജു, നീ ഒന്ന് അവിടം വരെ ചെന്ന് രമ്യോടൊന്ന് സംസാരിക്കേ. അതെ ചേട്ടാ, ചേട്ടനൊന്ന് ചെല്ല് പ്ലീസ്. ശരി എന്നാ, പിന്നെ അമ്മയും കൂടെ വാ. വാന്നേ.